പലപ്പോഴും ഈ കുട്ടി ജനിക്കുന്നതിന് നമ്മളൊരു സമയം കുറിച്ച് വെക്കാറുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ആ സമയം ജനിച്ച സമയമൊക്കെ എഴുതി വെക്കും. സാധാരണ കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുമ്പോഴാണോ ഒരു സമയം ആ കുട്ടി ജനിച്ചതായി കണക്കാക്കുന്നത്, അതോ കുട്ടി ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴാണോ നമ്മൾ അതിനെ കുട്ടി ജനിച്ചതായുള്ള സമയം കണക്കാക്കണം? ആധാനം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ഗർഭാധാനം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ സംയോഗം കഴിഞ്ഞ് സ്ത്രീയുടെ അണ്ഡവും പുരുഷൻ്റെ ബീജവും ചേരുന്ന ആ ഒരു സമയം, അത് ആണ് ആധാന ലഗ്നം എന്ന് പറയും. ആ സമയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ, ഊഹിച്ച് പറയാനേ പറ്റുള്ളൂ. അത് അങ്ങനെ ആധാന ലഗ്നം എടുത്തുകൊണ്ട് ജാതകം എഴുതുന്ന സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചിൽപ്രവേശം എന്ന് പറയും. അതായത് 6-ാം മാസത്തിൽ മനസ്സ് രൂപപ്പെടുന്ന സമയം ഒരു പ്രധാന സമയമായിട്ടെടുത്ത് ജാതകം എഴുതുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നെ ശിരോദയം, അതായത് പ്രസവ സമയത്ത് ആദ്യം തല പുറത്തേക്ക് വരുന്ന ആ ഒരു ടൈം, അത് എടുത്ത് ആ സമയം കണക്കാക്കി ജാതകം എഴുതുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന ഇതെല്ലാം മാറ്റിയിട്ട് ഭൂജാതം എന്ന് പറയും. അതായത് അമ്മയും കുഞ്ഞും വേറെ വേറെ ആകുന്ന സമയം. ഇപ്പോൾ സിസേറിയനൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ശിരോദയമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ പ്രസവം എടുത്ത് കുഞ്ഞും തള്ളയും വേറെ വേറെ ആവുന്ന സമയമാണ് സാധാരണ ഇപ്പോൾ ഡോക്ടർമാർ ജനനസമയമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അവിടെ നിന്ന് പോരുമ്പോൾ അവരുടെ റിപ്പോർട്ടിൽ കുട്ടിയുടെ ജനനസമയം പറയുന്നത് ഈ കൊച്ചും തള്ളയും വേറെ വേറെ ആവുന്ന ആ സമയമാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ജാതകത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് നമ്മളിപ്പോൾ അതെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത് അതാണ്. മുൻകാലങ്ങളിലും അതല്ലായിരുന്നു അല്ലേ? അല്ല, മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞപ്പോൾ ഐതിഹ്യമാനം പോലുള്ള കാര്യങ്ങൾ അതിലൊക്കെ പറയുന്നുണ്ട്. ഈ കുട്ടി ഇത് ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ ജാതകം എഴുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞ എന്തായിരിക്കും, ആണോ പെണ്ണോ, അതിൻ്റെ ഭാവി എന്താണ്, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ഈ പിതാവ് വന്നിട്ട് എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ എഴുതി കൊടുക്കണം എന്നാണ്. അപ്പോൾ ഈ ആധാന ലഗ്നം വെച്ചുകൊണ്ടാണ് അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ അത് ഐതിഹ്യമാലിലൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ കാലഘട്ടം കഴിഞ്ഞ് അതിപ്പോൾ അത്രയും റിസ്ക് എടുക്കാനൊന്നും ജ്യോത്സ്യം തയ്യാറാവില്ല. ഇപ്പോൾ കിട്ടുന്നത് ഈ കുഞ്ഞും തള്ളിയും വേറെ വേറെ ആവുന്ന സമയം എടുത്തു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ടാണ് എടുക്കുന്നത്, ജാതകം എഴുതുന്നത്. ഈ പക്ഷേ ഇപ്പം ജ്യോതിഷത്തെ സംബന്ധിച്ച് ഒരു ആധികാരികമായ ഗ്രന്ഥങ്ങൾ ഏതാണ്? ജ്യോതിഷം എന്ന ആ ഒരു കാര്യം നമ്മൾ എടുക്കുമ്പോൾ ഒരു ആധികാരികമായ ഒരു ഗ്രന്ഥം, പലരും പല രീതിയിലുള്ള ജ്യോതിഷങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഇതിന്റെ ഒരു ബേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു ഗ്രന്ഥം ഏതാണ് ആധികാരികമായി? അല്ല, ജ്യോതിഷത്തെ പറ്റി പറയുമ്പോൾ ജ്യോതിഷത്തിന്റെ സമ്പ്രദായം തന്നെ ഒത്തിരി പദ്ധതികൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം കേരളത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഏതാണ്ട് 18 ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങൾ വിലയിരുത്തിയിട്ടാണ് നമ്മുടെ ഇവിടെ ജ്യോതിഷത്തിൻ്റെ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുള്ളത്. ആ 18 ആചാര്യന്മാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ സുബ്രഹ്മണ്യൻ്റെ സ്കന്ദഹോര, ഹോര എന്നാണ് പറയുന്നത്, സ്കന്ദഹോര, അതുപോലെ പരാശരഹോര, വസിഷ്ഠഹോര, അങ്ങനെ പല ആചാര്യന്മാരുടെയും ഹോര ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഓരോ ഹോര ഗ്രന്ഥങ്ങളിലും ഏതാണ്ട് 40,000-50,000 ശ്ലോകങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ജ്യോതിഷത്തിൻ്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും പഠിക്കണമെന്നുണ്ടെങ്കിൽ 4 ലക്ഷം ശ്ലോകങ്ങൾ പഠിക്കണമെന്നാണ്. അപ്പോൾ അതൊരിക്കലും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവയെല്ലാം ഒന്ന് അബ്രിഡ്ജ് ചെയ്തിട്ടാണ് വിക്രമാദിത്യ സദസ്സിലുണ്ടായിരുന്ന വരാഹമിഹിരൻ എന്ന് പറയുന്ന ആചാര്യൻ അദ്ദേഹത്തിൻ്റെ ബൃഹജ്ജാതകം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥങ്ങൾ മറ്റു പഴയ ഹോരാ ഗ്രന്ഥങ്ങളിലുള്ള മുഴുവൻ കണ്ടൻറ്റും കൂടി സംക്രമിപ്പിച്ച് അതിൻ്റെ ഫലം എഴുതിയിരിക്കുന്ന, അതിൻ്റെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നതാണ് ബൃഹജ്ജാതകം എന്ന ഗ്രന്ഥം. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജ്യോത്സ്യന്മാർ ഫോളോ ചെയ്യുന്ന ഹോരാശാസ്ത്രം അല്ലെങ്കിൽ ബൃഹജ്ജാതകം എന്ന് പറയുന്നത്.